എടാ ഗോപിയെ നീ സിനിമയിൽ അഭിനയിച്ച് ഇപ്പൊ ജീവിതത്തിലും അഭിനയിക്കണോടാ എന്നാണ് നമ്മുടെ ലൂർദ് മാതാവ് ചോദിച്ചത് തോന്നണട്ടാ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിലെ നമ്മുടെ BJP നേതാവ് സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടം ചാർത്തിയത് എല്ലാവരും കണ്ടു കാണുമല്ലോ. നമുക്കിപ്പോ ഇലക്ഷൻ ആണല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിക്കണം. അപ്പൊ തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി കണ്ടുപിടിച്ചൊരു പ്രത്യേക രീതിയിലുള്ള നമ്പറാണ് നമ്മുടെ ലൂർദ് മാതാവിനൊരു സ്വർണ്ണ കിരീടം അങ്ങ് വെച്ചു കൊടുക്കാന്ന്. അങ്ങനെ സ്വർണ്ണ കിരീടം വെച്ചു കൊടുത്ത് വാർത്തയാക്കി നമ്മളൊരു, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനൊപ്പാണെന്ന് കാണിക്കാനുള്ള ഒരു നമ്പറായിരുന്നേ. അങ്ങനെ സുരേഷ് ഗോപി മാധ്യമങ്ങളൊക്കെ വിളിച്ച് നേരെ പള്ളിയിട്ട് പോയി. പള്ളിയിൽ ചെന്ന് നമ്മുടെ മാതാവിന്റെ തലയിൽ ആ കിരീടവും വെച്ചവും ദേ കിരീടം താഴെ കിടക്കണ്. നമ്മുടെ മാതാവിന് പോലും ഇഷ്ടമായിട്ടില്ല സുരേഷ് ഗോപി കിരീടം വെച്ചതെന്നാണ് മൊത്തത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്ന പരിഹാസേ. മാതാവിന് പോലും നമ്മുടെ കോവിനെ മനസ്സിലായെന്നും സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ. എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ കേരളത്തിന് പുറത്ത് ഈ സുരേഷ് ഗോപിയുടെ സംഘപരിവാരങ്ങളെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ ആക്രമിക്കണേയും ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കണൊക്കെ വാർത്തയൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. മണിപ്പൂരിൽ പോലും നമുക്കറിയാലോ അവരുടെ പാർട്ടി എന്താണ് കാണിച്ചു കൂട്ടണേന്ന്. ആ കാര്യങ്ങളൊക്കെ നിശബ്ദത പാലിക്കുന്ന സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടം കൊണ്ടെന്ന് വെച്ച് മട ക്രൈസ്തവ ന്യൂനപക്ഷ ഓട്ടക്കങ്ങ് മേടിക്കാന്ന് വെച്ചാ മട മാതാവ് സമ്മതിക്കുക. മാതാവ് അപ്പൊ തന്നെ തട്ടിത്തെറിപ്പിച്ചു എന്ന് മാത്രല്ല കേട്ടാ, നിലത്തി അടിയ കിരീടം എന്താ കിടക്കണ് ചടപടാന്ന്. അവസാനം അത് സെറ്റാക്കി വീണ്ടും എടുത്തു വെക്കാനുള്ള ശ്രമമൊക്കെ സുരേഷ് ഗോപി നടത്തിയിട്ടാ. ഒരു കിരീടം ഉണ്ടാക്കി നമ്മുടെ ലൂർദ് മാതാവിന്റെ തലയിലും വെച്ച് മീഡിയാസിനെ വിളിച്ചുകൊണ്ട് വന്നൊരു ഫോട്ടോഷൂട്ട് നടത്തി. ഒരു ചീപ്പ് പബ്ലിസിറ്റിയാട്ടാ സുരേഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടാ. അവസാനം മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മുടെ സുരേഷ് ഗോപി തന്നെ ആകെ നാറിപ്പോയി. സുരേഷ് ഗോപി ഓർത്തു ദാ ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപി എന്നുള്ള വാർത്തയായിരിക്കും മാധ്യമങ്ങളിൽ വന്നേന്ന്. പക്ഷെ നമ്മുടെ കിരീടം നമ്മുടെ മാതാവിന്റെ തലയിൽ വെച്ചപ്പോൾ തന്നെ സാധനം നിലത്തി അടിയപ്പോൾ തന്നെ വാർത്ത തന്നെ നെഗറ്റീവായിട്ട് അവസാനം എന്തായി വിളിച്ചുകൊണ്ട് വന്ന മാധ്യമ പ്രവർത്തകർ തന്നെ തിരിച്ചടിച്ച്. അവസാനം ഇവരെ കൊണ്ട് തന്നെ കോവി വന്നതൊരു വലിയ പ്രശ്നമായി മാറിയെന്ന് കോവിക്ക് തന്നെ തോന്നിക്കാണു കേട്ടോ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നമ്മുടെ സുരേഷ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗോവിന്ദ ആണല്ലോ, അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഈ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവിന് സുരേഷ് ഗോപിയുടെ സ്വർണ്ണക്കിരീടത്തിന് ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാതാവ് അല്ലെങ്കിൽ തന്നെ സ്വർണ്ണല്ലേ. എന്തായാലും എല്ലാം മാതാവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാ. നമ്മുടെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവ് വേറെ റേഞ്ചാട്ട കടിയേ എന്നാ പറയാതെ വയ്യ.